കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംഘർഷത്തിൽ 400ഓളം പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. വധശ്രമത്തിനുൾപ്പെടെയാണ് കേസ്. ആക്രമണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന് ഫ്രഷ് കട്ട് ഉടമകൾ ആരോപിച്ചു. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ടി മെഹ്റൂഫ് ഉൾപ്പെടെ 400ഓളം പേർക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തത്. വധശ്രമം, കലാപം, വഴിതടയൽ, അന്യായമായി സംഘം ചേരൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ രാത്രി മുതൽ വീടുകളിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ പോലീസിനെ വളഞ്ഞിട്ട് പ്രതിഷേധക്കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതിഷേധത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് ഫ്രഷ് കട്ട് ഉടമ സുജീഷ് 24നോട്. ഒരു ബാഹ്യശക്തിയുടെ ഇതിലുള്ള ആളുകൾ മാത്രമല്ല പുറത്തുനിന്നുള്ള ഒരാളുകളുടെ ഇതുണ്ടായിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 100%. സമരസമിതി ചെയർമാനും അങ്ങനെ ഒരു 4-5 ആൾക്കാരിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോടഞ്ചേരി, ഓമശ്ശേരി, കട്ടിപ്പാറ എന്നിവിടങ്ങളിലെ ചില വാർഡുകളിലും കൊടുവള്ളി നഗരസഭയിലെ വിവിധ വാർഡുകളിലും സമരസമിതി ഹർത്താലിന് ആഹ്വാനം നൽകിയിരുന്നു. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര താമരശ്ശേരിയിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24, താമരശ്ശേരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.